ആദ്യം ജസ്റ്റ് ഒരു ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതപ്പോൾ തന്നെ വെറും 15 സെക്കൻഡ്സേ ഉള്ളൂ. ഞാൻ 12:20 സ്റ്റാർട്ട് ചെയ്യേണ്ട ട്രെയിനാണ്. ചെന്നൈ മോറ് ഗുരുവായൂർക്കുള്ളതാണ്. വീട്ടിലേക്ക് വേണ്ടിയിട്ട് വീട്ടിലേക്ക് നാളെയല്ല, ഇന്ന് പെരുന്നാളാണ്. പെരുന്നാളിന് രാവിലെ ഒരു 6 മണിയാകുമ്പോൾ 6 മണി 6:30 ആകുമ്പോൾ വീട്ടിലെത്താമെന്ന് വിചാരിച്ചു. പക്ഷേ ട്രിവാൻഡ്രത്തു നിന്ന് എടുത്തപ്പോൾ തന്നെ 1 മണിയായി. ഇപ്പോൾ ഇവിടെ പേട്ടെത്തിന്ന് തോന്നുന്നത് പിടിച്ചിട്ടിരിക്കുക. ഇനി നാളെ എപ്പോഴാണ് വീട്ടിലെത്താമെന്ന് ഒരു ഐഡിയ ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ 2 നെയ്ബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നേ. ഈ 2 നെയ്ബേഴ്സും ഞാൻ ഒരുമിച്ച ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ അവർ 2 പേരും ടിക്കറ്റ് ബുക്കായി. എൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് കോമഡി. ഞാൻ ഇതുവരെ വെയിറ്റിംഗ് ലിസ്റ്റിൽ യാത്ര ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കുറച്ച് ലഗേജ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അതുകൊണ്ടാണ് ടെൻഷൻ വന്നിരുന്നത്. കാരണം അല്ലെങ്കിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ഇതേപോലെ യാത്ര ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ ടു ട്രിവാൻഡ്രമൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ലഗേജുള്ള കാരണം കൊണ്ട് ഇന്നും മൊത്തം ടോട്ടലി ടയേർഡുമാണ്. അതുകൊണ്ട് ലഗേജും കൂടി ഉള്ള കാരണം കൊണ്ട് അതും പിടിച്ച് നടക്കാൻ വയ്യ. റെയിൽവേ സ്റ്റേഷനിലും ഏറെക്കുറെ 1 മണിക്കൂറോളം പോസ്റ്റായി. അങ്ങനെ പിന്നെ TTR വന്നപ്പോൾ ഒരേ PNRലുള്ളതായതുകൊണ്ട് TTR വന്നപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് 1 ആയിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് സംഭവം സെറ്റായി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അപ്പം ഇങ്ങനെ എനിക്ക് തോന്നി. ഇതുവരെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പേ, വീഡിയോ യൂട്യൂബിൽ ഒരെണ്ണം അപ്ലോഡ് ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷേ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നിന്നപ്പോൾ എനിക്ക് ജസ്റ്റ് ഇൻസ്റ്റൻ്റായിട്ട് തോന്നി ഒന്ന് എടുത്താലോ എന്നുള്ളത്. ഇതിനെപ്പറ്റി കാര്യം ഈ ജനറേഷനിലെ ആളൊക്കെയാണ് എന്നുണ്ടെങ്കിലും ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനെ പറ്റിയൊന്നും എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. ഇതിന് പഠിക്കാമല്ലേ. അപ്പോൾ 3 മിനിറ്റിൽ 2:41-42 സെക്കൻഡ്സിലേക്ക് ഏതോ ഒരു ട്രെയിൻ ഏതോ ഒരു സ്റ്റേഷനിൽ ലാൻഡ് ആവാന്നല്ലല്ലോ പറയാ, എന്തേനും പറയാ. അതന്നെ ഡിപ്പാച്ച്